തഞ്ചം പുകുന്ത ഊര്. മലയാളത്തിലത് അഭയം തേടി വന്നവരുടെ നാട് എന്നാണ് അർത്ഥം. അപ്പം തഞ്ചം പുകുന്ത ഊരാണ് തഞ്ചാവൂരായിട്ട് മാറിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തഞ്ചാവൂരാണ്. മറ്റൊരു ഐതിഹ്യം കൂടുണ്ട്. തഞ്ചൻ എന്ന അസുരനെ ദേവി വധിച്ച സ്ഥലമായതിനാലാണ് ഈ പേര് വന്നതെന്ന് മറ്റൊരു ഐതിഹ്യം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം, അതായത് മനുഷ്യനിർമ്മിതമായ അത്ഭുതങ്ങളിൽ ഒന്നായ ബൃഹദീശ്വര ക്ഷേത്രം കാണാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. തദ്ദേശീയർ എന്നെ വിളിക്കുന്നത് തഞ്ചൈ പെരിയ കോവിൽ എന്നാണ്. തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ എന്നാണ് വിളിക്കുന്നത്. AD 1003 1010 ഇടയിൽ ചോള രാജാവായ രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ മഹാക്ഷേത്രം നിർമ്മിച്ചത്. 1.3 ലക്ഷം ടൺ ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ അത്ഭുതകരമായ കാര്യം, തഞ്ചാവൂരിൻ്റെ 60 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും ഗ്രാനൈറ്റ് ഖനികൾ ഇല്ല എന്നതാണ്. ആയിരക്കണക്കിന് ആനകളെ ഉപയോഗിച്ചാണ് ഇത്രയും ഭീമാകാരമായ കല്ലുകൾ ഇവിടെ എത്തിച്ചത്. കല്ലുകൾ കൂട്ടിച്ചേർക്കുന്നതിന് സിമൻറ്റോ മറ്റ് ചാന്തുകളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. പസിലുകൾ പോലെ കല്ലുകൾ പരസ്പരം കോർത്ത് പിടിച്ചു വയ്ക്കുന്ന ഇൻ്റർലോക്കിംഗ് സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കാരണം 1000-ലധികം വർഷങ്ങൾക്കിടയിലുണ്ടായ ഭൂകമ്പങ്ങളെപ്പോലും അതിജീവിച്ച് ഈ ഗോപുരം നിലനിൽക്കുന്നു. സാധാരണ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ പ്രവേശന കവാടത്തിലെ ഗോപുരങ്ങൾക്കാണ് ഉയരം കൂടുതൽ. എന്നാൽ ഇവിടെ ശ്രീകോവിലിന് മുകളിലുള്ള വിമാനമാണ് ഏറ്റവും ഉയർന്നത്. ഇതിന് 66 മീറ്റർ ഉയരമുണ്ട്. ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുംഭം എന്ന് വിളിക്കുന്ന വട്ടത്തിലുള്ള കല്ല് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ്. ഇതിൻ്റെ ഭാരം ഏകദേശം 80 ടൺ, അതായത് 80,000 കിലോഗ്രാം ആണ്. അക്കാലത്ത് ക്രെയിനുകൾ ഇല്ലാതിരുന്നിട്ടും 216 അടി ഉയരത്തിൽ ഈ കല്ല് എങ്ങനെ എത്തിച്ചു എന്നത് ഇന്നത്തെ എഞ്ചിനീയർമാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇതിനായി ക്ഷേത്രത്തിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും ആരംഭിച്ച് മുകളിലേക്ക് ചരിഞ്ഞ വലിയൊരു മൺപാത റാമ്പ് നിർമ്മിച്ച് ആനകളെയും മനുഷ്യരെയും ഉപയോഗിച്ച് ഉരുട്ടിയാണ് ഇത് മുകളിൽ എത്തിച്ചതെന്ന് ചരിത്രം പറയുന്നു. ശ്രീകോവിലിന് അഭിമുഖമായി നിൽക്കുന്ന ഭീമൻ നന്ദി പ്രതിമ ഒറ്റക്കല്ലിൽ തീർത്തതാണ്. ഇതിന് 12 അടി ഉയരവും 19.5 അടി നീളവുമുണ്ട്. ഏകദേശം 20 ടണ്ണാണ് ഇതിൻ്റെ ഭാരം. ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ ശിവലിംഗങ്ങളിലൊന്നാണ്. ഏകദേശം 29 അടി ഉയരമുണ്ട് ഈ ലിംഗത്തിന്. ശ്രീകോവിലിൻ്റെ ഉൾച്ചുമരുകളിൽ 1000 വർഷം പഴക്കമുള്ള പ്രകൃതിദത്ത ചായങ്ങൾ ഉപയോഗിച്ച് വരച്ച ചോള രാജവംശത്തിൻ്റെ ചിത്രങ്ങൾ കാണാം. കൂടാതെ ക്ഷേത്രത്തിൻ്റെ അടിത്തറയിൽ ആ കാലഘട്ടത്തിലെ നികുതി വ്യവസ്ഥകൾ, ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ വിവരങ്ങൾ, രാജാവിൻ്റെ സംഭാവനകൾ എന്നിവ തമിഴ് ലിഖിതങ്ങളായി കൊത്തിവെച്ചിട്ടുണ്ട്. ഉച്ച സമയത്ത് ഈ ക്ഷേത്ര ഗോപുരത്തിൻ്റെ നിഴൽ നിലത്ത് വീഴില്ല എന്നൊരു കഥ പ്രചാരത്തിലുണ്ട്. എന്നാൽ ജാമിതീയമായി ഇത് പൂർണ്ണമായും ശരിയല്ല. ക്ഷേത്ര ഗോപുരത്തിൻ്റെ അടിത്തറ വളരെ വലുതായതുകൊണ്ട് വർഷത്തിലെ ചില സമയങ്ങളിൽ ഉച്ചയ്ക്ക് നിഴൽ ക്ഷേത്രത്തിൻ്റെ തറയിലേക്ക് തന്നെ അതിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ വീഴുന്നു. അതാണ് പുറത്ത് നിഴൽ കാണാത്തത് കൊണ്ട് നിഴൽ വീഴുന്നില്ല എന്ന രീതിയിൽ പ്രചരിക്കാൻ കാരണം. ഇതൊക്കെയാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ.